ഇദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു തരത്തിലുള്ള വിഷമവും തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, കൈക്കും കാലിനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. ഒരു ചെറിയൊരു വാടക വീട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് അവിടെ താമസിച്ചൂടെ? ഇങ്ങനെ 12:30യും 1 മണിയും വരെ സാമൂഹിക വിരുദ്ധർ പോകുന്നത് വരെ ഭാര്യയ്ക്ക് കാവലിരിക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ വെളിയിൽ കസേരയിട്ട് ഇരിക്കേണ്ട ഗതികേട് വരില്ലല്ലോ. 1000 2000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ വീട് കിട്ടും, കുഞ്ഞു വീട് കിട്ടും, താമസിക്കാനായിട്ട് 1 മുറി 2 മുറിയൊക്കെ ഉള്ള കുഞ്ഞു വീട് കിട്ടും. ആ ഒരു വീട്ടിൽ നിങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്തസ്സായിട്ട് പുറത്ത് പോയി ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്ന് ആ ഒരു പൈസയിൽ നിന്ന് നിങ്ങൾക്ക് വാടക കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് സന്തോഷമായിട്ട്, നിങ്ങൾക്ക് ആരെയും കൂസാതെ ആരെയും ഭയക്കാതെ തന്നെ നിങ്ങൾക്ക് അവിടെ താമസിക്കാമല്ലോ സുരക്ഷിതമായിട്ട്. പിന്നെ ഇയാൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്റെ നെഞ്ചിൽ ചങ്കൂറ്റമുണ്ടെന്ന്. ചങ്കൂറ്റം കൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളൊന്ന് വീണ് കഴിഞ്ഞാൽ, നിങ്ങളുടെ കാലോ കയ്യോ ഒടിഞ്ഞു കഴിഞ്ഞാൽ തീരും ആ ഒരു ചങ്കൂറ്റം. അതായത് നിങ്ങൾ ഒരു 10 ദിവസം കിടന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീ നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കാനാണ്? ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച സ്ത്രീയാണെന്ന് നിങ്ങൾ പലയിടത്തും പറയുന്നുണ്ട്. നിങ്ങൾ അത്രയ്ക്ക് സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ അത്രത്തോളം കരുതലോട് കൂടി ഇവരെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ജോലിക്ക് പോവാന്? നിങ്ങൾ ജോലിക്ക് പോയി അന്തസ്സായിട്ട് ഇവരെ നോക്കൂ. അവിടെയാണ് സന്തോഷം. നിങ്ങൾ അവരെ കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സിനിമ കാണിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം അവർക്ക് വാങ്ങിച്ചു കൊടുക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇങ്ങനെ റീൽസും ഇട്ട് അവർ കിടന്നുറങ്ങുന്നത് വരെ വീടിന്റെ ഉമ്മറത്ത് കസേരയും ഇട്ട് കാവലിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് അവിടെ അവരെയും കൊണ്ടുപോയി താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമൂഹിക വിരുദ്ധരെ പേടിക്കുകയും വേണ്ട.